ഹാപ്പി വിഷു. വിഷുവൊക്കെ കഴിഞ്ഞിട്ട് 2 ദിവസമായി. ബട്ട് നമ്മൾ പ്രവാസികൾക്ക് ഇന്നാണ് വിഷു. കാരണം വിഷു കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഫ്രൈഡേ ആണിന്ന്. അപ്പോൾ എന്താ പറയുക, ഇന്ന് ആക്ച്വലി നേരത്തെ എണീറ്റിരുന്നു. ഫ്രൈഡേ ആയിട്ടും ഇന്ന് മദ്രസയിൽ ചേർത്തിരുന്നു ഷുട്ടൂന്. അപ്പോൾ രാവിലെ എണീക്കലും മദ്രസ പോലും മദ്രസ കാര്യങ്ങൾ ചെയ്യലൊക്കെ ആയിട്ട് ആ വഴി പോയി. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ഇന്നത്തെ ഒരു അജണ്ട എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ വിഷു ആക്ച്വലി വെനസ്ഡേ ആയിരുന്നു. അപ്പം ആർക്കും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ കൂട്ടത്തിൽ വിഷു ആഘോഷിക്കുന്ന 2 പേരുണ്ടായിരുന്നു. അവർ ജസ്റ്റ് പായസം എന്തോ വെച്ച് അവർ ജസ്റ്റ് വീട്ടിൽ ചെയ്തു. അല്ലാണ്ട് നമ്മൾ എല്ലാവരും കൂടെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം വിഷു കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഫ്രൈഡേ ആണ്. അപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ ഈ ഫ്രൈഡേ ആഘോഷിക്കാമെന്ന്. സോ അങ്ങനെ നമ്മൾ ഈ ഫ്രൈഡേ എല്ലാവരും കൂടിയും ഒന്ന് വിഷു ആഘോഷിക്കാൻ വിചാരിച്ചു. ഫസ്റ്റ് ആക്ച്വലി ഞാൻ എണീറ്റ് കൊല്ലത്തിലല്ല, ഇതിൻ്റെ മുകളിൽ പറഞ്ഞിട്ടിട്ടാണ് ഞാൻ മദ്രസയിൽ പോയിട്ടുണ്ടായിരുന്നത്. ബട്ട് എന്നാലും ഈ അറ്റയറിൽ ഞാൻ പറഞ്ഞില്ല, നമുക്കൊരു ട്രാൻസിഷൻ ആയല്ലോ, ഇത് മാറിയിട്ട് നല്ല വിഷു അറ്റയറിൽ വന്നാലോ. അപ്പോൾ ഓക്കെ, എങ്ങനത്തെ ട്രാൻസിഷൻ എടുക്കണം? ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ വന്നാലോ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ സാധനം അതിറക്കിയാലോ? ആദ്യമായിട്ടില്ല ട്രാൻസിഷൻ ചെയ്യണം. അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്യാം അല്ലേ? ഓക്കെ, റെഡി 1 2 3. റെഡി? ഓക്കെ, റെഡി 1 2 3. എനിക്ക് വീട്ടിൽ നിന്ന് അധികമൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ ജസ്റ്റ് ഡ്രസ്സ് മാറ്റി മേക്കപ്പ് ഇട്ടു. അതിൽ പിന്നെ ഞാൻ ട്രാൻസിഷൻ എടുത്ത് പകുതി വെച്ചിരുന്നല്ലോ, അതെങ്കിലും അറ്റ്ലീസ്റ്റ് കംപ്ലീറ്റ് ആക്കണമെന്ന് വെച്ചിട്ട് ജസ്റ്റ് അതൊന്നും ഇങ്ങനെ എടുത്തു. എന്നിട്ട് പിന്നെ നമ്മൾ ആക്ച്വലി ഇങ്ങനെ ഒരു പാർക്കിലേക്ക് വന്നതാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ദർ ഈസ് ദ പട ടേക്കിംഗ് ഫോട്ടോസ്. പിന്നെ കാണിച്ചുതരാം. എന്താ സാരി എടുക്കാഞ്ഞ്? സാരി എടുത്തില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരും. ഇപ്പൊ ഡ്രസ്സ് കാണിച്ചു കൊടുക്കട്ടെ. സെറ്റ്. അവളെ ഡ്രസ്സ് മാറ്റിയിട്ട് ഞങ്ങൾ കൊണ്ടുവരുന്നതാണ് അല്ലേ? വിഷു ഷൂട്ട്. യെസ്, വിഷു ഫോട്ടോ ഷൂട്ട്. നോക്കടി അവള്. ഹായ് ഹായ്, ഞങ്ങൾ ഡ്രസ്സ് മാറ്റിട്ട് വരാം. ചുട്ടുപട വെയിലത്ത് കിടന്ന് ചുറ്റു വെയിലത്ത് കിടന്ന് കളിച്ചിട്ട് എങ്ങനെയുണ്ട് പാർക്കില്? സ്വിങ് നട്ടപ്പൊരു വെയിലാണ് പൊന്നു. ഓക്കെ ഗോ. അങ്ങനെ ഇപ്പൊ ജസ്റ്റ് ഫോട്ടോ എടുക്കാവുന്നതാണ് എല്ലാരും. പിന്നെ നമ്മള് എല്ലാരും എടുക്കണ ഒരു ഹാപ്പി ഓണം. എന്താണെന്ന്? വിഷു. ഓക്കെ, ഹാപ്പി വിഷു. ഹാപ്പി വിഷു. അയ്യോ, അങ്ങനെ അപ്പോൾ ഫോട്ടോ എടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ മറ്റേ എല്ലാവരും ചെയ്യുന്നൊരു റീലുണ്ടല്ലോ, പവിഴമല്ലി റീല്, മറ്റേ അതിൻ്റെ ഒരു ചെറിയൊരു റീൽ എടുക്കുന്നുണ്ട് അല്ലേ? അപ്പം അതൊക്കെ എടുക്കാനായിട്ട് വന്നതാണ്. അപ്പം അത് എടുത്തിട്ട് ഡ്രസ് കാണിച്ചു തരാം. ഇത് നോക്കി, ഇങ്ങനെ എങ്ങനെ ഇവര് ഡാൻസ് കളിക്കും ഈ ഒരു സാരി കൊണ്ട്? കാലിന്റെ സ്റ്റെപ്സ് ഉണ്ടെന്ന് അറിയൂലേ? അത് നീ ഓണാക്കിയിട്ടുണ്ടാവില്ല. അപ്പൊ നേരത്തെ നീ ഓണാക്കിയിട്ടില്ല. അങ്ങനെ പാർക്കിലേക്ക് വന്നതാണ് നമ്മൾ. ഞാൻ പറഞ്ഞല്ലോ, ഒരു പഴമല്ലിന്റെ ആ ഒരു ഹുക്ക് സ്റ്റെപ്സ് ജസ്റ്റ് റീൽ എടുക്കുന്നുണ്ട്. ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണ്ടേന്ന് വെച്ചിട്ട് അങ്ങനെ. അപ്പോൾ അതെടുക്കണം. ഇന്ന് ഫ്രൈഡേയും കൂടിയാണല്ലോ, എല്ലാവരും പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്തിനുള്ളിൽ നമ്മളെ ഷൂട്ടും ഫോട്ടോ ഒക്കെ കഴിയണം. അതിന് വേണ്ടിയിട്ട് ഷട്ടപ്പാടെ. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. മീൻസ് ജസ്റ്റ് ഒരു ട്രാൻസിഷൻ പോലെ എന്തോ എടുത്ത് പിന്നെ നേരെ പാർക്കിലേക്ക് വന്നു. ഇവിടെ നമ്മള് ഇനിയിപ്പോ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. ഒരു കാര്യം, ഇതിന്റെ കൂടെ മാച്ചിങ് അല്ല, ബട്ട് ഞാൻ പറയട്ടെ, ഇപ്പൊ എല്ലാവർക്കും യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് അറിയാം, എല്ലാവർക്കും അറിയാം. ഓക്കെ, ജംഷിയാനി ഫേമസ് ആയി. ജംഷിയാനി ഫേമസ് ആയിപ്പോ, യുനോ. എന്താ ചിരി അല്ലേ? യെസ്, കാണിച്ചു കൊടുക്കാം. ഇതാണ് ഇന്നെ പട്ടുപാവട, പട്ടുസാരി പോലെ ഉണ്ട്. അപ്പം അങ്ങനെ നമ്മളിനി ഫോട്ടോ എടുക്കണു, റീല് ക്യുക്കായിട്ട് എടുത്തിട്ട് നേരെ പോവാം. കാരണം ഇവരൊക്കെ സദ്യ കഴിക്കാൻ, മീൻസ് ഇവരൊക്കെ പള്ളിയിൽ നിന്ന് വരുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം അല്ലേ? എനിക്ക് ആക്ച്വലി വീട്ടിൽ നിന്ന് മീൻസ് ഞാൻ ഉണ്ടാക്കിയ ഫുഡൊക്കെ കാണിച്ചു തരണമെന്നൊക്കെ ഉണ്ടായിരുന്നേ. എനിക്ക് അതിനൊന്നും പറ്റിയില്ല.
ടൈമില്ലല്ലോ ജംഷാനിക്ക് ഫേമസ് ആയിക്കോണ്ട്. ഇന്ന അതുകൊണ്ട് നോക്കി താര കറിയണ് ഒന്ന് പോയി നോക്കി. ഇന്ന 3 സ്റ്റാർട്ട്. ഏതാണ് തിരുവാതിര പോലെ ഉണ്ട്. എടി അവള് പഠിച്ചിട്ടുണ്ട്. അവളൊരു മിടുക്കി തന്നെ. പൗഴമല്ലി റീൽ ഷൂട്ട് BTS യെസ് ഗായ്സ്. അപ്പൊ ഡാൻസ് കളിക്കുന്ന പരിപാടി ഉള്ളതാ. ക്യൂട്ട്നെസ് വാരി പൊത്തുണ്ട്. ഹായ് ഹായ് ഈ അഞ്ചൊരു കാണിക്കാം. ഇപ്പൊ പോവാല്ല പരിപാടിയില്ല. കുറെ ആൾക്കാർ ഇവിടെ നിൽക്കുന്നു. കുറച്ച് ആൾക്കാരാണ് ജംഷാന്റെ വ്ളോഗില്. ഇപ്പൊ ഇപ്പൊ ക്യൂട്ട്നെസ് ആവാ. അലേക്ക് അലേക്ക് അലേക്കും വലുതാവുമ്പോ ഇതൊക്കെ കാണുമല്ലോ. അലേക്കും വലുതാവുമ്പോ കാണുമല്ലോ. ഇല്ല ഇല്ല ഞാൻ വ്ളോഗ് ചെയ്യട്ടെ. കുറച്ച് ബാക്കിൽ ഫോട്ടോഷൂട്ട് നടക്കണു. ഇവിടെ സാഡ് കിട്ടിയോ? ഇല്ല. ഏത് വഴിയാ പോയത്? ഇന്നെ ഒരു കമ്മല് പോയി. ഒരു കമ്മല് ഈ കമ്മല് പോയി. എവിടേക്ക് പോയത് പറ, നമുക്കൊന്ന് അവിടെയൊക്കെ നോക്കാലോ. ഏതൊക്കെ ഗ്രീൻ സൈഡിലാ പോയത്? ആ ഗ്രീൻ സൈഡിൽ പോയില്ലേ? സെയിം ലൈക്ക് ദിസ് ഒരെണ്ണാണ് മിസ്സായത്. നോക്കാം ആരത് ഫൈൻഡ് ചെയ്യാന്ന്. റെഡി 1 2 3. അതെന്താ അങ്ങനെ? ആക്ച്വലി പരിപാടിയൊക്കെ കഴിഞ്ഞു. ഫോട്ടോ എടുത്തു, റീലെടുത്ത് കുഴങ്ങി. നമ്മൾ മറ്റേ റീൽസിൽ കാണുമ്പോൾ എന്താ ആ പഴമല്ലി വട്ടത്തിൽ കറങ്ങി ഷൂട്ട് ചെയ്യാൻ കാണുമ്പോൾ പ്രത്യേകിച്ച് നമുക്കൊന്നും തോന്നുന്നില്ലല്ലോ, ഒരു റീല്. പക്ഷെ ഇവരത് ഷൂട്ട് ചെയ്യുമ്പോഴാണ് നല്ല റിസ്ക് ഉണ്ടോ. നമ്മൾ 2 3 4 5 ഷോട്ട് എടുത്തു. അവസാനം കുഴങ്ങി, മുടിയൊക്കെ കണ്ടില്ല ഈ കൊലത്തിലായി. അങ്ങനെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു. ഫോട്ടോ നടന്നുകൊണ്ടിരിക്കുന്നു. ഫാറൂഖ് ഫോട്ടോഗ്രാഫർ ഓഫ് ദ ഡേ. അങ്ങനെ അപ്പം കുറച്ച് പേരൊക്കെ നേരത്തെ പോയി ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യണം, സദ്യൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ. അപ്പോൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകും അവിടെ സെറ്റ് ചെയ്യാൻ. ഓക്കെ, ബൈദപ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ എന്താ ഉണ്ടാക്കിയെന്ന്. എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഡിവൈഡ് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് ക്യാബേജ് ഉപ്പേരി, എരിശ്ശേരി. ഈ എരിശ്ശേരി എന്ന് പറഞ്ഞ സാധനം ഞാൻ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടില്ല, കഴിച്ചിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. എന്താ സാധനം എന്ന് എനിക്കറിയില്ല. ലാസ്റ്റ് യൂട്യൂബിലൊക്കെ നോക്കി കണ്ടുപിടിച്ചപ്പോൾ ഒന്നുമില്ല, മത്തനും വമ്പയറും, വളരെ ഈസി. അപ്പം അതുണ്ടാക്കി, അത് രണ്ടുമാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ബാക്കി എല്ലാതും ഇങ്ങനെ ഓരോരുത്തർ ഡിവൈഡ് ചെയ്തിട്ട് എടുത്തു. അങ്ങനെ അപ്പോൾ ഒന്നുകൂടി ഹാപ്പി വിഷു. അങ്ങനെ അപ്പോൾ ശരി, ഇനി ബാക്കി അവിടുന്ന് കാണാം. ഇവിടെ ഇന്നെ ദേശത്തോടുകൂടി നോക്കുന്നുണ്ട്. ഓക്കെ, ഇന്ന ഭയങ്കര കലിപ്പാണ് കമ്മൽ കാണാത്തതിൽ. നമുക്ക് ഇനി ഒന്നിച്ച് പോയി കമ്മൽ തപ്പാം. ഓക്കെ, കമ്മൽ കണ്ടുപിടിച്ച് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കണു. കണ്ടില്ലേ, ഇത് പുതിയതാണോ കമ്മല്? ഫേസിന് മാച്ച് ഉള്ളൊരു കമ്മലോ? ഓ, ഞാൻ ഈ പ്രായത്തില് ഏതെങ്കിലും കമ്മലിടാന്നല്ലാണ്ട് ഫേസിന് മാച്ചായ കമ്മലോ അതൊന്ന് കേട്ടിട്ടന്നല്ലേ എന്തിനാ. നോക്കട്ടെ, എവിടേക്ക് പോയത് പറ, എങ്കിലല്ലേ നിമിഷം എനിക്ക് ആ ഏരിയയിൽ നോക്കാൻ പറ്റുള്ളൂ. എങ്ങോട്ട് എന്നാ ഭയങ്കര കലിപ്പിലാണ്. കമ്മൽ കിട്ടാതെ ഇവിടുന്ന് പോകില്ലെന്നൊക്കെയാണ്. കുടുങ്ങി. ഈ കമ്മൽ ഒരെണ്ണം നിനക്ക് എവിടെന്നാ കിട്ടിയത്? എവിടെ തപ്പുള്ള കുടുങ്ങിയല്ലോ. സാധനം കമ്മൽ കിട്ടാതെ ഞങ്ങൾ മടങ്ങുകയാണ്.
അവൾ അത്യാവശ്യം കലിപ്പിലാണ്. ഇല്ല, കാറിലുണ്ടാവില്ലല്ലോ, കാരണം ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ അവിടെ ഇല്ലേ. അല്ല, ഞാൻ ജ്യൂസ് എടുക്കാൻ പോയാ. ഓ, എവിടെ വണ്ടി ഇടാൻ നിർത്തി. ഇനി ഹസ്നന്റെ വീട്ടിൽ നിന്ന് ക്ലിപ്സ് കാണിച്ചു തരാം. കൊഴി. അയ്യോ, ഒന്നാമത് ക്ലൈമറ്റ് പണ്ടത്തെ പോലെ അല്ലല്ലോ, ഇപ്പൊ സമ്മർ ആയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും പരിപാടികൾ നടക്കൂല. എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് നടന്നു. ഓക്കെ, അപ്പൊ ശരി. എങ്ങനെയുണ്ട്? I told you. ഹലോ, പണിയെടുക്കുന്ന ചെറിയ വിഭാഗം. എന്താ ലേറ്റ് തൊടാത്തെ? ഇരുട്ടത്ത് എന്താ പണിയെടുക്കണു? ഇതാണ് ഗൈസ് ഞാൻ കാണിച്ചു തരാത്ത എന്റെ ക്യാബേജ് ഉപ്പേരി, എന്റെ എരിശ്ശേരി. എടാ, എനിക്ക് യൂട്യൂബ് ചാനലുണ്ടോ? എനിക്ക് കാണിച്ചു. ശരിയാണല്ലോ, അഞ്ചിന്റെ മാമ്പേപ്പര്. ശരി, പിന്നെ ഇതാണ് അശ്വിൻ്റെത്. ഇത് അശ്വിൻ്റെത്. എന്താ വിഷു എല്ലാം സെറ്റ് ആയിരിക്കുന്നു. നമുക്ക് ഫുഡ് സദ്യ പണിയെടുക്ക് പറോ, പണിയെടുക്ക് കിട്ടണ്ട്. ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുക ചെക്കന്മാർ. എരിശ്ശേരി കൊടുക്ക. പേര് പോലും അറിയാതെ ഉണ്ടാക്കിയത്. പറയണ്ടോ, എന്താ സാധനം പോലും അറിയാതെ യൂട്യൂബ് നോക്കിട്ടേ ഉണ്ടാക്കിയ. അതാ പറഞ്ഞേ, അത് നോക്കി. ഇപ്പം ഗൃഹനാഥ ശരിക്കും അസ്നൊരു ഗൃഹനാഥനെ പോലെ അല്ലേ, നാഥനെ പോലെ. ഇങ്ങനെ സാരിയൊക്കെ മടക്കി കുത്തി പട്ടയപ്പ. ഒരു ഓണത്തിന്റെ ഒരു വൈബ്. വിഷു ആണെങ്കിൽ കൂടെയും ഒരു ഓണം പോലെ, എന്താ അറിയില്ല. അതെ, ഇരുട്ടത്തായിരുന്നു. ഇത്ര നേരം ഇരുട്ടത്തായിരുന്നു നമ്മൾ വിളമ്പിക്കൊണ്ടിരുന്നത്. നമുക്ക് വെളിച്ചത്തിൽക്കാം. അശി എന്നെ അതെ,
ആദ്യമായിട്ട് ഇരുന്ന സാബിക്കങ്കളും റാഫിക്കങ്കളും. എല ചോറ് ഹസ്നയും അഷീം. മോഹഭംഗ മനസ്സിലെ ഇത് അസ്നന്റെ സാരി, അതിന്റെ സാരി. ഞങ്ങൾ അങ്ങനെയാണ്. സോ ഇത് ചോറുണ്ടാക്കിയത് അഷിയന്റെ അസ്ന, പഴം നിതുല, അവിയൽ നിതുല, എരിശ്ശേരി ഞാൻ, ഇത് അഷി നിതുല, ചിക്കൻ ഫ്രൈ അസ്ന, പായസം നിതുല. നാടൻ ടേസ്റ്റ് ഉണ്ടല്ലേ? ആകെ ബഹളത്തോട് ബഹളം. എന്തോ ഒരു ഒച്ചപ്പാട് ബഹളല്ലേ. എല്ലാരും നമ്മൾ ഇത്ര ഗ്യാപ്പ് ഇടണ്ട. ഒന്നും ആർക്കും എത്തിയിട്ടില്ലടി. പായസം അടിപൊളി, ഞാൻ കുടിച്ചു. ഞാന് 10ൽ 10 മാർക്ക് താങ്ക് യു. ആടിപ്പൊളി. ആടിപ്പൊളി. അച്ചേറൊക്കെ മാറ്റി നീലയിൽ കുളിച്ചു. മീൻസ് പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ ആക്ച്വലി സദ്യയൊക്കെ കഴിഞ്ഞ് അവിടെ കുറേ നേരം ഇരുന്നു പറഞ്ഞപ്പോൾ ലിറ്ററലി കിടന്നുറങ്ങി അവിടെ. അപ്പോൾ എനിക്ക് അതുകൊണ്ട് അവിടെ ഒരു വൈൻഡപ്പ് വീഡിയോ, അവിടുന്ന് ഒരു വീഡിയോ ഒന്നും പിന്നെ എടുക്കാൻ പറ്റിയില്ല. എല്ലാവരും സൈഡായി. മോസ്റ്റ് പ്രോബബ്ലി എല്ലാവരും, ആണുങ്ങളും പെണ്ണുങ്ങളും, നമ്മളെല്ലാവരും സൈഡായി. പിന്നെ ഉറക്കത്തിനൊക്കെ എണീറ്റ് പിന്നെ അങ്ങനെ ബോധമില്ലാണ്ട് പോന്നു. ഇന്നിപ്പോൾ ഈവനിങ് ഒരു മാധ്യമത്തിൻ്റെ ഫുട്ബോളിൻ്റെ ഒരു പ്രോഗ്രാമുണ്ട്. മാധ്യമത്തിൻ്റെ ഫുട്ബോൾ പ്രോഗ്രാം എന്നല്ല, മൊത്തത്തിൽ മാധ്യമത്തിൻ്റെ ഒരു പ്രോഗ്രാം. അപ്പോൾ അവിടെ ഫുട്ബോളുണ്ട്. ഇല്ല, മമ്മ പോണില്ല. അവിടെ ആക്ച്വലി മാധ്യമത്തിൻ്റെ ഫുട്ബോൾ പ്രോഗ്രാം ആണെങ്കിലും കുറേ സ്റ്റാളുകളുണ്ടാവും. മീൻസ് ഫുഡിൻ്റെ ആയാലും പേസ്ട്രി, ടീ, കോഫി, മീൻസ് ഫേസ് പെയിൻറ്റിങ്, മെഹന്തി അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം ഇത് കോറിഡോറാണല്ലോ, ചുമ്മാ നടക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതും ഉണ്ടാവും. അപ്പം നമ്മളെ കൂട്ടത്തിൽ നിതുല ഫേസ് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവളൊന്ന് കാണാൻ പോകണം. മൊത്തത്തിൽ ജസ്റ്റ് പ്രോഗ്രാമൊക്കെ ഒന്ന് കാണണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുക അതും കൂടെ ഷൂട്ട് ചെയ്തിട്ട് നമുക്കത് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. ഈ എന്താ പറയുക, നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ അറിയാം, സാരിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഇടങ്ങാറാ. കമ്മലും കുറേ എന്തൊക്കെയോ അവിടെ പിന്നെ ഇവിടെ പിന്നെ എത്ര പിന്ന് യൂസ് ചെയ്തിക്കണമെന്ന് ഒരു എന്താ പറയുക ഒരു കഥയില്ലായിരുന്നു. അങ്ങനെ ഒരു വിധം അങ്ങനെ ചുമ്മാ ഇത് ആക്ച്വലി ഒരു പ്ലാനിലും ഇല്ലാത്ത കാര്യമായിരുന്നു. ആരൊരാൾ പറഞ്ഞു എന്തായാലും ഫ്രൈഡേ വരില്ലേ, നമുക്ക് എല്ലാവരും കുറച്ച് ഉണ്ടാക്കിയിട്ട് നമുക്കൊരു വിഷു സദ്യ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ചടപട ഉണ്ടായതായിരുന്നു.
പക്ഷെ നല്ലായിരുന്നു കേട്ടോ. സദ്യയൊക്കെ അടിപൊളി സദ്യയായിരുന്നു. അതിൽ തന്നെ മാമ്പഴ പുളിശ്ശേരി ഒരു രക്ഷയില്ല, അടിപൊളി മാമ്പഴ പുളിശ്ശേരി. ഒന്നാമെന്ന് വെച്ചാൽ മാങ്ങ വളരെ ചെറുതാണ് കിട്ടിയത്. 5 ആണ് ഉണ്ടാക്കിയത്, 5 ഹസ്നയും കൂടി ഉണ്ടാക്കിയത് കേട്ടോ. പക്ഷെ മാങ്ങ നല്ല പക്ക അടിപൊളി മാങ്ങ കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താ പറയുക, എല്ലാം അടിപൊളിയായിരുന്നെങ്കിലും പക്ഷേ മാമ്പഴ പുളിശ്ശേരി അപ് ടു ദ പോയിന്റ് ഒക്കെ പറയില്ല, ആ സാധനമായിരുന്നു. അങ്ങനെ പിന്നെന്താ, അങ്ങനെ എല്ലാവരും പിന്നെ സൈഡായിടോ, നമ്മൾ വിചാരിക്കണ പോലെയല്ലോ. മീൻസ് സദ്യ കഴിച്ച് ഒക്കെ സൈഡായി. പിന്നെ ഫ്രൈഡേ കഴിഞ്ഞു, ഇപ്പോൾ രാത്രിയായും ചെയ്തു. ഫ്രൈഡേ കഴിഞ്ഞു ഒരു പണിയില്ല. എപ്പോഴും ഞാൻ വിചാരിക്കും കേട്ടോ, ഫ്രൈഡേ അധികമൊന്നും ബിസി ആക്കാതെ കുറച്ച് എന്തെങ്കിലും പരിപാടി, പിന്നെ കുറച്ച് നേരം വെറുതെ ഇരിക്കുകയെന്ന് വിചാരിക്കും. ഇന്ന് മീൻസ് എപ്പോൾ വിചാരിച്ചാലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോകണ്ട. ഇന്നിപ്പോൾ ഞാൻ ഈ പ്രോഗ്രാമിന് ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് കുറച്ച് നേരം വെറുതെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതില പിന്നെ നിതുല ഫേസ് പെയിൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്നാൽ പിന്നെ സ്റ്റോളൊക്കെ കണ്ട് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. എന്നാൽ ശരി, അവിടുന്ന് കാണാം. ഇത് സെക്രട്ടറി അഞ്ജുനെ കാണിക്കും. സെക്രട്ടറി അഞ്ജു അടുത്ത ഗജാഞ്ചി അസ്ന. അതെ, അസ്ന പരിപാടി എന്നാ ശരി. അതല്ല അസ്ന എന്നിട്ടേ വേഗം ഇത് ശരി ഞാൻ പോട്ടെ ബാഗ് എടുത്തിട്ട് പോക്ക്. അല്ലല്ല അതല്ലേ ഇത് ബാഗ് ഉള്ളിൽ എന്റെ ബാഗ് ലാസ്റ്റ് പോകുമ്പോ ഞാൻ ശരി ഞാൻ പോയിട്ട് വരാം. അതെ, എന്നാലും മാഷാഅല്ലാ നല്ല തിരക്കുണ്ട്, നല്ല കച്ചവടം നടക്കുന്നുണ്ട്. മിക്കവാറും ഇന്നത്തെ ഡിന്നറ് നിതുലന്റെ വകയാവാനാണ് ചാൻസ്. സോ വയറ് വിശന്നിരിക്കുക നമുക്ക്, അല്ലേ? നിതുലന്റെ വകയാണ് ഇന്ന് ഡിന്നറ്. സദ്യ നാളെ ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാം. ഞങ്ങൾ ആദ്യം കഴിച്ചത് ഇന്ന് രാത്രി സദ്യ കഴിക്കാന്നായിരുന്നു. ബട്ട് നിതുലന്റെ വകയാണ് ഇന്ന് ഡിന്നർ. കാണാനല്ലോ പഴംപൊരി കഴിച്ചോണ്ടിരിക്കും ഒറ്റയ്ക്ക് അത് എന്റെ യൂട്യൂബ് ചാനലാണ്. വൈ വാട്ടേക്ക് ക്യൂട്ട്നെസ് ബോധമില്ല വിവരമില്ല ല്ലേ? അയ്യോ എനിക്കൊന്നുമില്ല.
പൂവല്ലേ മധുനിലാപൂമോളല്ലേ അറിയില്ല ലോകമാണി വന്നൊരു നിധിയല്ലേ. ഒപ്പം ലുക്മാനും ജോയിൻ ചെയ്യുന്നു. I request everyone to join as well. Not like this, പക്ഷേ എല്ലാവരും ഒന്ന് സ്പേസ് ഒക്കെ ഇട്ട് ഒന്ന് ഡിസ്റ്റൻസ് ഒക്കെ ഇട്ട് ഒന്ന് നന്നായിട്ട് നമുക്ക് അവിടെ ചിരിക്കാനായിട്ട് ഒരു സ്പേസ് ഉണ്ടായി കൊടുക്കൂ പ്ലീസ്. ഈ സത്യം പറഞ്ഞ സോങ് കാർണിവൽ സീസൺ 3 നമുക്ക് കിട്ടിയൊരു മുത്താണ് ലുക്മാൻ ജി. അപ്പോൾ തീർച്ചയായും നമ്മുടെ ആ ഹിറ്റ് ഗാനം ലുക്മാൻ ജി എന്തായാലും നമ്മുടെ കൂടെ നമ്മുടെ ഇവിടുന്ന് പാടും. യു ജസ്റ്റ് നൈസായിട്ട് ഡാൻസ് ചെയ്യും. ഹലോ ഗൈസ്, എനിക്ക് ഇവിടെ ഒരു സമ്മാനം കിട്ടിയായിരുന്നു. ആർക്കും എടുക്കാൻ പറ്റിയില്ല. അത് മാത്രമല്ല ആരും കണ്ടിട്ടുമില്ല. അവരാരും കണ്ടില്ല. അല്ലെങ്കിലും എല്ലാവരുടെ ഉയർച്ചയിൽ പിന്നെ ആരെങ്കിലും ഉണ്ടാവും പറയും. ആരും ഉണ്ടായില്ല. അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു കേട്ടാ. അതില് ഞാൻ ഉത്തരം പറഞ്ഞപ്പോ എനിക്ക് ഗിഫ്റ്റ് കിട്ടി. ഒരു മുട്ട, ഒരു ട്രേ ഓഫ് മുട്ട. ഇവരാരും കണ്ടില്ല. ഞാനാണെങ്കിൽ അവിടെ പ്രസംഗിച്ചൊക്കെ ചെയ്തു. അങ്ങനെയാണ് മുട്ടയിൽ എന്തോ മുട്ടയിൽ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയാറ്. ഇവരാരും കേട്ടില്ല. പകുതി മുട്ടകളൊക്കെ തരാവുന്നു. കാരണം നമ്മള് ഫോട്ടോ ഞാനാണ് സംഘടിപ്പിച്ച് തരുമെന്ന് പറഞ്ഞ്. ബിക്കോസ് ഞാൻ അവിടെ പോയിട്ട് ഭയങ്കര കാര്യത്തിൽ ഉത്തരമൊക്കെ പറഞ്ഞ മെയിൻ ആയതായിരുന്നു. ഒരു ട്രേ എഗ്. പക്ഷെ സങ്കടമുണ്ട്. ഇവരാരും കാണാത്തതിന് നല്ല സങ്കടമുണ്ട്.